ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ പൈത്തണിലെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിംഗ് ഉണ്ട്, ഇൻറ്റിജർ, ഫ്ലോട്ട്, അതേപോലെ തന്നെ ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, സെറ്റ്, ബൂളിയന്, ബൈറ്ററി, മെമ്മറി വ്യൂ, നൺ ടൈപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഓക്കെ, നമ്മുടെ എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ. അപ്പോൾ സ്ട്രിംഗ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് എന്താണ്? ഒരു ടെക്സ്റ്റ് ടൈപ്പ് ആണ്. അതായത് ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സ്ട്രിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കിപ്പോൾ എന്തൊരു മെസ്സേജ് കൊടുക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ കോഡ്സിൽ നമ്മൾ എഴുതുന്ന എന്താണെങ്കിലും അത് എന്തായിട്ട് മാറും, അതൊരു സ്ട്രിങ് ആയിട്ട് മാറും. ഓക്കെ. അതിൻ്റെ അകത്ത് നമുക്ക് ക്യാരക്ടറോ നമ്പേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പം ഡബിൾ കോഡ്സിനകത്ത് എന്തൊരു ഡാറ്റ കൊടുത്താലും എന്താണ്, അതൊരു സ്ട്രിങ് എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇൻറ്റ്. ഓക്കെ. ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂമറിക് ടൈപ്പാണ്. അതായത് ന്യൂമറിക് ആയിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പാണ്. ഓക്കെ. നമ്പേഴ്സ് ആണ്. നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് 1 2 3 4 5 6 അങ്ങനെ നമ്പേഴ്സിനെയാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഡെസിമൽ വരുന്നതിനെല്ലാം നമുക്ക് എന്താണ്, ഒരു ഫ്ലോട്ട് എന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൈസ് കൊടുക്കുവാണ്. ഓക്കെ. ഇപ്പോൾ അതായത് 17 പോയിന്റ് ഇത്ര പൈസ. അപ്പം നമുക്ക് എന്താണ്, രണ്ട് ഫീൽഡ് കൊടുക്കാം. ഒന്നെങ്കിൽ അത് ഫ്ലോട്ട് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഡെസിമൽ ഫീൽഡായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പോയിന്റ് വരുന്നതിനെയാണ് നമുക്ക് ഫ്ലോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ ടൈപ്പ്. ഓക്കെ. അപ്പം സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെക്സ്റ്റ് ടൈപ്പാണ്. ടെക്സ്റ്റ് ടൈപ്പ്. ഓക്കെ. ഇന്റ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് ആണ്, അതായത് നമ്പേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഇൻറ്റിജറും ഫ്ലോട്ടും എന്താണ്, നമ്പേഴ്സ് ആണ്, അതായത് ഒരു ന്യൂമറിക് ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ. ഈ ഇൻറ്റിജറും ഫ്ലോട്ടും നമുക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, നമുക്ക് ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ എന്താണ് ഈ സ്ട്രിങ്? അപ്പൊ ഞാനിപ്പോ പറയുന്നു ഈ സ്ട്രിങ് എന്നും ഇൻറ്റിജർ ഫ്ലോട്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏത് ഡാറ്റ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഇത് ഏത് ക്ലാസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഞാനൊരു വേരിയബിൾ നെയിമിനകത്ത് ഒരു ഡാറ്റ കൊടുക്കുവാണ്. ഓക്കെ. എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ഈക്വൽ, ഞാനൊരു ഹലോ എന്ന് പറയുന്ന ഡാറ്റ കൊടുത്തു. ഓക്കെ. ഡബിൾ കോഡ്സിൽ ഡബിൾ കോഡ്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിലോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ കൊടുക്കാം. അതിന് നമുക്ക് എന്താണ്, സ്ട്രിങ് ആയിട്ട് പറയും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഡബിൾ കോഡ്സിൽ ഞാൻ കൊടുത്തു. അതായത് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിനകത്ത് ഡബിൾ കോഡ്സിൽ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ എക്കകത്ത് സ്റ്റോർ ചെയ്ത ഏതാണ്, സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ ബി ഈക്വൽ 1 2 3 4. അപ്പൊ 1 2 3 4 എന്ന് ഞാൻ ജസ്റ്റ് എഴുതി, പക്ഷെ അത് നമുക്ക് ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സിലോ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അതൊരു ഇൻറ്റിജർ ആണ്. അപ്പൊ ഡബിൾ കോഡ്സിൽ അത് കൊടുത്തെങ്കിൽ അത് എന്തായിട്ട് മാറും, അതൊരു സ്ട്രിങ് ആയിട്ട് മാറും. ഓക്കെ. അതുപോലെ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ഈക്വൽ 9.0 അല്ലെങ്കിൽ 9.8. ഇതെന്താണ്, ഇതൊരു ഫ്ലോട്ട് ആണ്, അതായത് ഫ്ലോട്ട് ഫീൽഡ് ആണ്. ഓക്കെ. പോയിന്റ് വരുന്നതിനെല്ലാം എന്താണ്, ഒരു ഫ്ലോട്ട് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞു, എ ഈക്വൽ ഹലോ, ബി ഈക്വൽ 1 2 3 4, സി ഈക്വൽ 9.8. ഓക്കെ. അതായത് സ്ട്രിങ്, ഇൻറ്റിജർ, ഫ്ലോട്ട് എന്നാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തിനാണ് ഈ ടൈപ്പ് ചെക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഇത് പറയുവാണ്, എയിനകത്ത് സ്റ്റോർ ചെയ്ത സ്ട്രിങ് ആണ്, ബിനകത്ത് സ്റ്റോർ ചെയ്തത് ഇൻറ്റിജർ ആണ്, സിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത് ഫ്ലോട്ട് ആണെന്ന് ഞാനിപ്പോ നിങ്ങളോട് പറയുവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ ക്ലാസ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യണം, ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഈ വേരിയബിൾ നെയിമിനകത്ത് ഏത് ഡാറ്റ ടൈപ്പ് ആണോ സ്റ്റോർ ചെയ്തേക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ഫംഗ്ഷനകത്ത് പ്രിന്റ് ഓഫ് എ എന്ന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കി, ഹലോ എന്നുള്ളത് പ്രിന്റ് ആയി. അതായത് എന്റെ അകത്ത് സ്റ്റോർ ചെയ്ത ഡേറ്റ ആണ് നമുക്കിവിടെ പ്രിന്റ് ആയത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഡയറക്റ്റ് പ്രിന്റ് ഓഫ്
എ എന്ന് കൊടുത്തേക്കുവാണ്. കാരണം നമുക്ക് എന്താണ്, ഓൾറെഡി നമ്മളൊരു വേരിയബിൾ നെയിമിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിന്റ് ഓഫ് എ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വേരിയബിൾ നെയിം കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് എ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിനെ വിളിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് എനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എയ്ക്കകത്തുള്ള ഡേറ്റ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി അല്ലെ. ഹലോ എന്നുള്ള ഡേറ്റ നമുക്കിവിടെ പ്രിന്റ് ചെയ്തു. അപ്പം ഈ ഔട്ട്പുട്ടിൽ നമുക്കിവിടെ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ കാണത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് എൻഡിൽ നമുക്ക് കോഡ് എഴുതുമ്പോൾ നമുക്ക് എന്താണ്, സ്ട്രിങ് ആണെങ്കിൽ ഡബിൾ കോഡ്സ് സിംഗിൾ കോഡ്സ് തന്നെ കൊടുക്കണം. ഓക്കെ, പക്ഷെ ഔട്ട്പുട്ട് എന്താണ്, നമുക്ക് എന്താണോ ഡേറ്റ ആ ഒരു ഡേറ്റയാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ഓഫ് ബി കൊടുക്കാം. ഓക്കെ, പ്രിന്റ് ഓഫ് ബി കൊടുത്തു. പ്രിന്റ് ഓഫ് ബി കൊടുത്തപ്പോൾ എന്താണ്, 1 2 3 4 അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് സി. പ്രിന്റ് ഓഫ് സി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ്, കണ്ടോ 9.8. ഓക്കെ, അതായത് ഈ ഓരോ വേരിയബിൾ നെയിമിലും അസൈൻ ചെയ്ത ഡേറ്റയാണ് എനിക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്, പ്രിന്റ് ഓഫ് ബിക്ക് പകരം 1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1 2 3 4 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമ്മളൊരു വേരിയബിളിനെ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് കൊടുത്ത എന്തുകൊണ്ടാണ്, നമുക്കപ്പം ആ ഒരു ബി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനെ കോൾ ചെയ്താൽ മതി, അതിൻ്റെ അകത്തുള്ള ഡേറ്റാസിനെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ഫംഗ്ഷനകത്ത് നമുക്ക് ആ ഒരു ഡേറ്റ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ബി എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോന്നിന്റെയും ടൈപ്പ് കാണാം. ഏതാണ് ടൈപ്പ്, ഓക്കെ, അല്ല ഏതാണ് ക്ലാസ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഈ ഡബിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നത് സ്ട്രിങ് ആണെന്ന് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എന്ത് ചെയ്യാം, ടൈപ്പ് ഓഫ് എ. അതായത് പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ. ഓക്കെ, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് നോക്കിയേ, ക്ലാസ് എസ് ടി ആർ. ഓക്കെ, എസ് ടി ആർ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിനകത്ത് എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബിയുടെ നോക്കിയാലോ, അതൊരു ഇൻറ്റിജർ ആണ്, അതായത് ഇന്റ് ആണ്. ഓക്കെ, നമുക്ക് സ്ട്രിങ്ങിന് ഫുള്ളായിട്ട് സ്ട്രിങ് എന്ന് എഴുതത്തില്ല, എസ് ടി ആർ എന്നാണ് എഴുതുന്നത്. ഇൻറ്റിജറിന് ഇന്റ്, ഫ്ലോട്ടിന് ഫ്ലോട്ട് തന്നെയാണ്. ഓക്കെ, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എന്ത് ചെയ്യാം, ടൈപ്പ് ഓഫ് ബി. ഓക്കെ, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ബി എന്താണ്, കണ്ടോ, ക്ലാസ് ഇന്റ്. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഈ എയ്ക്കകത്തുള്ള ഡേറ്റ അല്ല നമുക്ക് അവിടെ പ്രിന്റ് ആവുന്നത്. എയ്ക്കകത്തുള്ള ഡേറ്റ ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നാണ് നമുക്ക് എന്താവുന്നത്, നമുക്കിവിടെ പ്രിന്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിയുടെ ചെക്ക് ചെയ്യാം. പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് സി. നോക്കിയേ, ക്ലാസ് ഫ്ലോട്ട് ആണ് അല്ലെ. സ്ട്രിങ്, ഇൻറ്റിജർ, ഫ്ലോട്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ഞാൻ നമ്പേഴ്സോ ക്യാരക്ടറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സ്ട്രിങ് തന്നെയാണ്. ഇവിടെ ഞാനൊരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും, നമുക്കപ്പോൾ ഒരു ഇൻവാലിഡ് സിൻടാക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, കാരണം എററാണ്. ഓക്കെ, അപ്പം ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ നമ്മൾ എന്തൊരു ഡേറ്റ എഴുതിയാലും നമുക്ക് എന്താണ്, നമുക്കതൊരു സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് കുറേ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതിന്റെ ലെങ്ത് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ ഫോർ ലൂപ്പിൽ റൺ ചെയ്യാം, ഇഫ് എൽസിൽ റൺ ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, കോൺകാറ്റിനേഷൻ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ ടൈപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പം സ്ട്രിങ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് എന്തൊരു കാര്യങ്ങളും നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ലിസ്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യണം, അപ്പൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എസ് ടി എന്ന് പറയുന്ന എൻ്റെ വേരിയബിൾ നെയിമാണ്. ഓക്കെ, എസ് ടി ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഹലോ എന്ന് കൊടുത്തു. ഓക്കെ, HELLO എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കിയേ, ഹലോ എന്നുള്ള ഡേറ്റ ഫുള്ളായിട്ട് നമുക്ക് അവിടെ കിട്ടി അല്ലേ. പ്രിന്റ് ഓഫ്
എസ് ടി എന്ന് കൊടുത്തപ്പം എസ് ടിക്കകത്ത് സ്റ്റോർ ചെയ്ത ഫുൾ ഡേറ്റയും നമുക്കവിടെ കിട്ടി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇയോ അല്ലെങ്കിൽ ഓയോ എല്ലോ നമുക്ക് മാത്രം പ്രിന്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഡേറ്റ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഈ എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് എനിക്ക് ഇത്രയും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അതായത് എസ് ടിനെ കോൾ ചെയ്യുമ്പോൾ ഇത് ഫുൾ ആയിട്ടുള്ള ഡേറ്റയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന്റെ ലെങ്ത് കാണണം. അപ്പൊ ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രിന്റ് ഓഫ് എൽ ഇ എൻ. ഓക്കെ, പ്രിന്റ് ഓഫ് എൽ ഇ എൻ ഓഫ് എന്ത് ചെയ്യാം? എസ് ടി. ഓക്കെ, പ്രിന്റ് ഓഫ് എൽ ഇ എൻ ഓഫ് എസ് ടി. അപ്പൊ പ്രിന്റ് ഓഫ് എൽ ഇ എൻ ഓഫ് എസ് ടി എന്നിട്ട് നമുക്ക് റൺ ചെയ്യുമ്പോൾ നോക്കി 5 ആണ് ഡേറ്റ അല്ലെ, ലെങ്ത് 5 ആണ്. അപ്പൊ 5 എങ്ങനെ നമുക്ക് കിട്ടി? 1 2 3 4 5. അപ്പൊ ഈ ഹലോയുടെ ലെങ്ത് ആണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അതായത് പ്രിന്റ് ഓഫ് എൽ ഇ എൻ ഓഫ് എസ് ടി കൊടുത്തപ്പോൾ ഹലോയുടെ ലെങ്ത് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇട്ടു. ഓക്കെ, ഒരു സ്പേസ് ഇട്ട് ഞാൻ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്? കണ്ടോ, ആ സ്പേസും കൂടെ അവിടെ കൗണ്ട് ആവും. അതായത് നമുക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ലെങ്ത് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് കൗണ്ട് ആവും. ഇപ്പൊ ഞാൻ ഒരു സ്പേസ് കൂടെ കൊടുത്തു, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും നമ്മുടെ ലെങ്ത്. ഓക്കെ, അപ്പം നമ്മളൊരു ഡേറ്റാ ബേസിൽ നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡെയിലി ബേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ട്, അതേപോലെ തന്നെ ആമസോൺ. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് കാണുന്നല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു, ആ പ്രൊഡക്റ്റ് നോക്കുന്നു, അതിൻ്റെ അകത്ത് പ്രൈസ് കാര്യങ്ങളെല്ലാം നോക്കുന്നു, നമ്മൾ ബൈ നൗ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നെയിം ഉണ്ടോ? അതായത് ഐഫോൺ 14 പ്രോ മാക്സ് അല്ലേ? അതെന്താണ്? ഐഫോൺ കഴിഞ്ഞിട്ട് സ്പേസ് 14 പിന്നെ പ്രോ സ്പേസ് മാക്സ് എന്നായിരിക്കും. അതേപോലെ തന്നെ സ്പേസ് 256 GB, അങ്ങനെ കുറച്ച് ഡേറ്റാസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിന്റെ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് എന്താണ് ഡേറ്റാബേസ്? നമുക്കൊരു ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് ഏതൊരു പ്രൊജക്ടിന്റെയും മെയിൻ ആയിട്ടുള്ളത് എന്താണ്? ഒരു ഡേറ്റാബേസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡേറ്റാബേസ് ഇല്ലാത്ത ഒരു സ്റ്റോറേജ് ഇല്ലാത്ത ഒരു ഡിവൈസ് ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ഒരു സാധാ ഫോൺ തന്നെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇത്ര കോണ്ടാക്ട് സ്റ്റോർ ചെയ്യാൻ, അതായത് 100 അല്ലെങ്കിൽ 2000 കോണ്ടാക്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസ് അവിടെ അവൈലബിൾ ആണ് അല്ലെ? അതേപോലെ തന്നെ നമുക്കൊരു ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാസ് എന്ത് ചെയ്യണം? ഡേറ്റാബേസ് സ്റ്റോർ ചെയ്തിട്ട് ആ ഡേറ്റാബേസിലുള്ള എന്താണ് നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്തൊരു പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാലും ഡേറ്റാബേസ് ഇല്ലാത്ത ഒരു പ്രൊജക്റ്റുകളില്ല. ഓക്കെ, അപ്പം ഏതൊരു പ്രൊജക്റ്റിനകത്തും അല്ലെങ്കിൽ എന്തൊരു നമുക്കൊരു ഡിവൈസ് ആണ്, എന്തിനാണ് ഈ സ്റ്റോറേജ് സ്പേസ് തന്നേക്കുന്നത്? നമ്മുടെ ഡേറ്റ എല്ലാം നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ? അതേപോലെ തന്നെയാണ് എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഞാൻ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ഹലോ എന്ന് പറയുന്ന ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഐഫോൺ 14 പ്രോ മാക്സ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അവിടുത്തെ സ്പേസ് വരെ കൗണ്ട് ആവാൻ വേണ്ടി നമ്മളൊരു ഫീൽഡ് കൊടുക്കുമ്പോൾ, അതായത് ഒരു ഡേറ്റാബേസിൽ നമ്മളിപ്പം ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിന്റെ എന്തൊക്കെയായിരിക്കും ആ ടേബിളിനകത്ത് കൊടുക്കുന്നത്? ഫോണിന്റെ നെയിം കൊടുക്കും, ഇമേജ് കൊടുക്കും, പ്രൈസ് കൊടുക്കും, സ്റ്റോക്ക് കൊടുക്കും, ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, കളർ കൊടുക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കും അല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് പുതിയൊരു ഫോൺ അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? പുതിയൊരു ഐഫോൺ 16 പ്രോ മാക്സ് ആഡ് ചെയ്യുകയാണ്. ബാക്ക് എൻഡിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ ഇമേജ് കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, എത്ര സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പം ഇതിന് ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ഫീൽഡിന് മാക്സിമം ലെങ്ത് കൊടുക്കണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത് എത്ര ഉണ്ട്? 7 ആണ് ലെങ്ത് അല്ലെ? ഈ 2 ഗ്യാപ്പ് കൂടെ വെച്ചിട്ടാണ് 7. ഞാനിപ്പോ ഇവിടെ എനിക്ക് 7 ഉണ്ട്, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പം ഇവിടെ 7 ഡേറ്റ അല്ലെങ്കിൽ 8 9 10 ഡേറ്റ ഉണ്ട്. ഓക്കെ, അതായത് ഐഫോൺ 14 പ്രോ മാക്സ്. ഓക്കെ, ഇതിപ്പോ കുറച്ച് ഒരു 25 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഒരു ലെങ്ത് 7 കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് എന്താണ് 7 വരെ നമുക്ക് അവിടെ പ്രിന്റ് ആവത്തുള്ളൂ.
നമ്മൾ കൊടുത്ത ഒരു മാക്സിമം ലെങ്ത് വരെ നമുക്ക് എന്താവത്തുള്ളൂ അവിടെ ഡിക്റ്റേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഓരോ ഗ്യാപ്പും എന്താവുന്നുണ്ട്, കൗണ്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് നോക്കിയാലോ, കണ്ടോ 17 ഉണ്ട്. 17 എന്ന് പറയുന്നത് ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പും കൂടെ അവിടെ കൗണ്ട് ചെയ്യും. ഓക്കെ, ഈ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ പ്രൊജക്റ്റിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ സ്ട്രിംഗ് എന്താണ്, നമുക്ക് സ്ട്രിംഗിൽ എന്തൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ലിസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കി, ഞാനിവിടെ ഐഫോൺ എന്ന് കൊടുത്തു. ST ഈക്വൽ ഐഫോൺ. അപ്പം ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ട്? 6 ഉണ്ട് അല്ലേ. ഇനിയും നമ്മളിവിടെ പ്രിന്റ് ഓഫ് ST എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കത് ഫുൾ ഡേറ്റ നമുക്കവിടെ കിട്ടും. അതായത് ഐഫോൺ വരെയുള്ള ഐഫോൺ എന്നുള്ള ഡേറ്റ നമുക്കവിടെ കിട്ടും. എനിക്ക് ഇതിൻ്റെ അകത്ത് എന്നിനെ മാത്രം പ്രിന്റ് ആവണം, അല്ലെങ്കിൽ ഈനെ മാത്രം പ്രിന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യണം. ഓക്കെ, ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അതിൻ്റെ അകത്തെ ഡേറ്റയെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പോസിറ്റീവ് നമുക്ക് കൗണ്ട് ചെയ്യാം, നെഗറ്റീവ് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് വാല്യൂ എങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇൻഡെക്സ് വാല്യൂ, അപ്പോൾ ഓരോ ഡേറ്റയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. പ്രിന്റ് ഓഫ്, ഇപ്പം ST എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് എന്താണ്, ഐഫോൺ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ട് അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കൗണ്ട് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ഡ്രോ ചെയ്ത് കാണിക്കാം. ഒരു സെക്കൻഡ്. ഞാൻ എൻ്റെ ടാബ് ഒന്ന് കണക്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഡ്രോ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് വാല്യൂ നമുക്ക് എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ST എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് എന്താണ്, പൈത്തൺ എന്നുള്ള ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്ക് വാല്യൂ 0 ആണ്. പോസിറ്റീവ് സൈഡ് കൗണ്ട് ചെയ്യുമ്പോൾ വാല്യൂ 0 ആണ്. അപ്പൊ 0, 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു പൈത്തണിനകത്തുള്ള പീനെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 0 എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഡിസ്പ്ലേ കാണുന്നില്ല, നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ അല്ലേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ടാബിന്റെ ഡിസ്പ്ലേ അല്ലേ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോസിറ്റീവ് സൈഡ് നമുക്ക് എടുക്കുവാണെങ്കിൽ പിയുടെ വാല്യൂ ഏതാണ്? 0 ആണ് അല്ലേ. അപ്പം 0 പ്രിന്റ് ഓഫ് എന്താണ്, ST ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് P എന്നുള്ള ഡേറ്റ കിട്ടും അല്ലേ. അപ്പൊ പോസിറ്റീവ് സൈഡിൽ നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ 0, 1, 2, 3, 4, 5 നമുക്ക് അങ്ങോട്ട് പോകും. എത്ര ഡേറ്റ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകും. ഇനി നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ നമുക്ക് എന്താണ്, -1 മുതൽ നമുക്ക് കൗണ്ട് ആവും.
അതായത് നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് എന്നിന് -1, -2, -3, -4, -5. ഓക്കെ, ഇങ്ങോട്ട് പോകും. പോസിറ്റീവ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 0 മുതൽ കൗണ്ട്. അപ്പം ഈ പീനെ കോൾ ചെയ്യുമ്പോൾ 0 എന്ന് പറയുമ്പോൾ പീനെ കോൾ ചെയ്തു, അതായത് പോസിറ്റീവ് സൈഡിൽ കോൾ ചെയ്തു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈഡ് വരുമ്പോഴോ 0, 1, 2, 3, 4, 5. അപ്പം പ്രിന്റ് ഓഫ് ST ഓഫ് -5 എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? പി തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈഡിൽ നമുക്ക് എന്താണ്, നെഗറ്റീവ് സൈഡ് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ റിട്ടേൺ വരും, റിവേഴ്സ് വരും. അപ്പൊ -1 മുതൽ കണ്ടു. അപ്പൊ എന്നിന്റെ വാല്യൂ -1, -2, -3, -4, -5. അപ്പൊ നമുക്ക് അങ്ങനത്തെ എത്ര ഡേറ്റ ഉണ്ടോ അത്രയും ഡേറ്റ നമുക്ക് കൗണ്ട് ആവും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സൈഡിൽ നിന്നാണെങ്കിൽ 0 മുതൽ കൗണ്ട് ആവും. നിങ്ങൾക്ക് ഇൻഡെക്സ് വാല്യൂ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രണ്ട് സൈഡിൽ നിന്നുണ്ട്, നമുക്കത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ഡേറ്റനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് ഇപ്പം ഈ ഒരു H എന്ന് പറയുന്ന ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഇൻഡെക്സ് വാല്യൂ കൊടുക്കാം ഈ Hന്? ഓക്കെ, +3 എന്ന് കൊടുക്കണ്ട, ജസ്റ്റ് 3 എന്ന് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈഡ് ആണെങ്കിലോ -1, -2, -3 അല്ലേ? ഓക്കെ, -3. അപ്പൊ ഇവിടെ 0, 1, 2, 3. അപ്പൊ നമുക്ക് നമ്മുടെ ഐഫോൺ എഴുതിയേക്കുന്ന അതിന്റെ നമുക്ക് ഓരോ ഡേറ്റ നമുക്ക് പ്രിന്റ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ചെറുതായിട്ട് ഓക്കെ, ഓക്കെ അല്ലേ? അപ്പം എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് ഓരോ ഡേറ്റേനെയും പിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ ഇൻഡെക്സ് വാല്യൂ നമുക്ക് എടുക്കുന്നത് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണ്? പ്രിന്റ് ഓഫ് ST ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇപ്പൊ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നോക്കിയേ, I അല്ലെ? 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തായി? I പ്രിന്റ് ആയി. അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ഓഫ് ST ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിന്റ് ആവും? 0, 1, 2. H നമുക്കവിടെ പ്രിന്റ് ആയി അല്ലെ? അപ്പോ നമുക്കിവിടെ 0 അതേപോലെ തന്നെ 1, 2, 3, 4, 5 ഡേറ്റയാണ് നമുക്കിവിടെ കൗണ്ട് ചെയ്യുന്നത് പോസിറ്റീവ് സൈഡിൽ നിന്ന്. അപ്പൊ നെഗറ്റീവ് സൈഡ് ആണെങ്കിലോ പ്രിന്റ് ഓഫ് ST ഓഫ് -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതായിരിക്കും പ്രിന്റ് ആവുന്നത്? N ആണ് നമുക്ക് പ്രിന്റ് ആവുന്നത് അല്ലെ? അപ്പൊ -1 E ആണ്, -2 N ആണ്. അപ്പൊ നമുക്ക് അവിടെ പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പോസിറ്റീവ് സൈഡ് കൗണ്ട് ചെയ്യാം. 0, 1, 2, 3, 4, 5. അപ്പൊ നമുക്ക് പ്രിന്റ് ഓഫ് ST ഓഫ് ഞാൻ ഇവിടെ 9 കൊടുക്കുവാണ്. ഓക്കെ, പ്രിന്റ് ഓഫ് ST ഓഫ് 9 കൊടുത്തു. അപ്പൊ 9 എന്ന് പറയുന്ന ഒരു ഡേറ്റ അതിൽ അവൈലബിൾ ആണോ? പോസിറ്റീവ് സൈഡിൽ നിന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇൻഡെക്സ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എറർ ആണ് കിട്ടുന്നത്. എന്താണ് എറർ? ഒരു ഇൻഡെക്സ് എറർ ആണ്, അതായത് സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് ആണ് അല്ലെ? അപ്പൊ സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ അകത്ത് 5 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് 5 കഴിഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ കൊടുക്കുമ്പോൾ അതിന്റെ അകത്ത് ആ ഒരു ഡേറ്റ ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇൻഡെക്സ് എറർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എറർ നമുക്ക് എന്തിലൊക്കെ വരും? നമുക്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്, ടപ്പിളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഇൻഡെക്സ് എറർ ആണ് സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. ഓക്കെ, അതേപോലെ തന്നെ ഏത് ലൈനിലാണ് ഇഷ്യൂ? ലൈൻ 30യിലാണ് ഇഷ്യൂ അല്ലേ? അവർ രണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മളവിടെ 9 കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ വന്നത്.
ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ മൈനസ് വാല്യൂ വെച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഓരോ ഡേറ്റേനെയും നമുക്ക് പിക്ക് ചെയ്യാം. അതായത് ആക്ച്വലി ഇതൊരു കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് തന്നെയാണ്. കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് എന്ന് പറയാൻ സ്ട്രിങ്ങിൽ പറ്റത്തില്ല. കാരണം നമുക്ക് സ്ട്രിങ്ങിൽ നമുക്ക് ഒറ്റ ഡേറ്റയാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ലിസ്റ്റ് ടപ്പിൾ ഒക്കെ പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് ആണ്. അതായത് ഒരു ഡേറ്റ കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ ഇട്ടിട്ടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത്, അതായത് ഒരു വേരിയബിൾ നെയിമിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റ തന്നെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. ഇപ്പൊ നോക്കിയേ, ഈ എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഇത്രയും ഡേറ്റാസ് ഇവിടെ അവൈലബിൾ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ഡേറ്റേനെയും നമുക്ക് പിക്ക് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ പ്രിന്റ് ഓഫ് എസ് ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? എല്ലാ ഡേറ്റയും നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ. ഐഫോൺ എന്നുള്ള ഫുൾ ഡേറ്റ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. എനിക്കിനി അങ്ങനെ വേണ്ട, എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഡേറ്റ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. നമുക്ക് എന്നിന്റെ ഏതാണോ പൊസിഷൻ ഉള്ളത് ആ ഒരു പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. മനസ്സിലായോ ഈ ഒരു ഇൻഡെക്സ് വാല്യൂ? കാരണം ഇൻഡെക്സ് വാല്യൂ നമ്മൾക്കിപ്പം ഇതിപ്പോ ഒറ്റ ഡേറ്റ ആയതുകൊണ്ട് നമുക്ക് എന്താണ് 0 1 2 3 4 5 വരും. ഇനി നമുക്ക് അടുത്തൊരു ഡേറ്റ ടൈപ്പ് പഠിക്കുന്നുണ്ട്, ലിസ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ലിസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഓരോ ഡേറ്റയാണ് കോമ പൈത്തൺ കോമ ജാങ്കോ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഓരോന്നും ഡേറ്റ നമ്മൾ കൗണ്ട് ചെയ്യരുത്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ നമുക്ക് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പൈത്തൺ എന്നുള്ളത് 0 ആണ്, ഇത് 1. ഓക്കെ. അല്ലാതെ പൈത്തൺ 0 മുതൽ നമുക്കിവിടെ കൗണ്ട് ചെയ്യരുത്. ഈ പൈത്തൺ എന്നുള്ളത് എന്താണ്? 0 ആണ്. ഇത് എന്താണ്? ജാങ്കോ എന്താണ്? 1 ആണ്. ഓക്കെ. അപ്പൊ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമുക്ക് നോക്കുമ്പോൾ ലിസ്റ്റിലോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈസിയാണ്. അതായത് ഇൻഡെക്സ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിംഗിൽ, ലിസ്റ്റിൽ, ടപ്പിളിലാണ് ഇൻഡെക്സ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എസ് ടി ഈക്വൽ ഐഫോൺ എന്ന് കൊടുത്തു. നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ ഡേറ്റനെയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്കവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ. ഇനിയും നമുക്കിവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ. അതായത് ഫോർ ലൂപ്പ് ഉണ്ട്, വയൽ ലൂപ്പ് ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. ഓക്കെ. അപ്പം പറഞ്ഞോളൂ. ഹലോ. ഓക്കെ. അപ്പം നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. നമ്മൾ പൈത്തണിൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യുമ്പം നമുക്ക് എന്താണ്? ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റും ഉണ്ട്, ഡിക്രിമെന്റും ഉണ്ട് ഈ ഒരു ഫോർ ലൂപ്പിനകത്ത്. ഓക്കെ. വയൽ ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ വയൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ഇൻക്രിമെന്റ് നമ്മൾ കൊടുക്കണം. അതായത് ഒരു ഓപ്പറേഷൻ നമ്മൾ കൊടുക്കണം. പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ. അതായത് ഓരോ ഡേറ്റയും നമുക്ക് അവിടെ പ്രിന്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഡേറ്റയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്പറേറ്റർ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താവത്തുള്ളൂ? നമുക്ക് അത് അടുത്ത ഡേറ്റയിലേക്ക് പോവുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു ഫോർ ലൂപ്പ് എന്താണെന്ന് യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയണം. എസ് ടി ഈക്വൽ ഇവിടെ ഐഫോൺ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്. അതായത് ഐ ഒരെണ്ണം ഒരു ഡേറ്റ, പി ഒരു ഡേറ്റ, എച്ച് ഒരു ഡേറ്റ, ഒ എൻ ഇ ഇതെല്ലാം ഓരോരോ ഡേറ്റയാണ്. ഓക്കെ. അപ്പോ ഞാനിപ്പോ ഇതിനെ ലൂപ്പിൽ കൊടുക്കുവാണ്. അപ്പൊ ലൂപ്പിൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഡേറ്റാബേസിൽ കുറേ ഡേറ്റാസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഒരു 100 കണക്കിന് ഡേറ്റാസ് ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം ഒരു ടെംപ്ലേറ്റ്, അതായത് നമുക്കൊരു ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ബാക്ക് എൻഡ് ഉണ്ടാവും. ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഡേറ്റാബേസ്. ഓക്കെ. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യു ഐ യു എക്സ്, ഒരു HTML പേജ് എന്ന് പറയും അല്ലേ? നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് എൻഡ് കോഡാണോ കാണുന്നത്? അല്ല. ഒരു ഡിസൈൻ ഉണ്ടാവും ഫ്രണ്ടിൽ. അതിൻ്റെ അകത്ത് എന്താണ്? ഓരോ ടൈലിനകത്തും ഓരോ പ്രൊഡക്റ്റ് ആണ് ഇരിക്കുന്നത് അല്ലേ? നമ്മളവിടെ സെർച്ച് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്? ഫോർ ലൂപ്പ്, സോറി, ഡേറ്റാബേസിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന 100 പ്രൊഡക്റ്റിനെ എനിക്ക് കാണണം ഫ്രണ്ട് എൻഡിൽ. ഓക്കെ. അതായത് ഈ എസ് ടി എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസിൽ എനിക്കിപ്പോൾ ഇത്രയും ഡേറ്റാസിനെ ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഐ എന്ന് പറയുന്ന ടി വി ആണ്, ഇപ്പൊ മൊബൈലാണ്, ലാപ്ടോപ്പ് ആണ്, അങ്ങനെ ഓരോന്ന് നോക്കുക.
അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തേക്കാണ്. ഓക്കെ, അപ്പൊ ഇതിനെനിക്ക് ഓരോന്നിനെ എനിക്ക് പ്രിന്റ് ചെയ്ത് കാണണം. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ഫോർ ലൂപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം? ഫോർ കഴിഞ്ഞിട്ട്, ഫോർ എന്ന് പറഞ്ഞൊരു കീവേഡ് ആണ്. ഫോർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ ഫോർ ഐ ഇൻ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡേറ്റ ഉള്ളത്. എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്താണ് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫോർ ഐ ഇൻ എസ് ടി കോളൻ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് ഐ. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നോക്കിയേ, കണ്ടോ? ഐ ഒരു ലൈനിൽ, പി അടുത്ത ലൈനിൽ, എച്ച് അടുത്ത ലൈനിൽ, ഇങ്ങനെ ഓരോന്നോരോന്നും പുതിയ ന്യൂ ലൈനിൽ പ്രിന്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഓരോന്നോരോന്നും എന്താണ്? പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോർ ഐ ഇൻ എസ് ടി എന്ന് കൊടുത്തു. ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ നെയിം എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്തുള്ള ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രിന്റ് ഓഫ് ഐ. അപ്പൊ ഈ ഐക്കകത്ത് ആരൊക്കെയാണ് സ്റ്റോറേജ് ഉള്ളത്? ഇത് ഇത്രയും ഡേറ്റ ഉണ്ട്. ഓക്കെ, അപ്പൊ ഐക്കകത്ത് ആക്സസ് ഉണ്ട് ഇത്രയും ഡേറ്റ. അപ്പൊ ഐ എന്ത് ചെയ്യുന്നു? ഈ എസ് ടിക്കകത്തുള്ള ഫസ്റ്റ് എലമെന്റിനെ എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. അത് നമുക്ക് ഐ ഇവിടെ പ്രിന്റ് ആയി. അതിനുശേഷം എന്താണ്? ന്യൂ ലൈൻ അടുത്തൊരു ലൈനിൽ പ്രിന്റ് ആവും. അപ്പൊ നേരെ എങ്ങോട്ട് പോകും? ഫോർ ലൂപ്പിൽ പോകും. എന്നിട്ട് ഐക്കകത്തുള്ള സെക്കൻഡ് എലമെന്റിനെ എടുക്കും. എന്നിട്ട് എന്താവും? അത് പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പം നമുക്കാണെങ്കിൽ ഓരോ ഡേറ്റ ഓരോന്നായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്കിവിടെ ഫോർ ഐ ഇൻ എസ് ടി എന്ന് കൊടുത്തു, പ്രിന്റ് ഓഫ് ഐ എന്ന് കൊടുത്തു. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐ എന്നല്ലാതെ എസ് ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം, ഇതേ സെയിം വേരിയബിൾ നെയിം തന്നെ ഞാൻ കോൾ ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ എന്താണ് എനിക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കിയേ. ഐഫോണിന് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ഡേറ്റയാണ് എനിക്കവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇതൊരു ലോജിക്കലായിട്ടൊരു എററാണ്. കാരണം നമുക്കാണെങ്കിൽ ഒരു ഡേറ്റ തന്നെ, അതായത് ഇപ്പം ഇത്രയും ഡേറ്റ, ഐഫോൺ എന്ന് പറയുന്ന ഒരു ഡേറ്റ എനിക്കൊരു 10 വട്ടം കസ്റ്റമറിനെ കാണിക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലൂപ്പിൽ കൊടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ ഡേറ്റ എടുത്തു, അത് പ്രിന്റ് ചെയ്യുന്നു, അടുത്ത ലൈനിൽ എടുക്കുന്നു, അത് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? ഫോർ ഐ ഇൻ എസ് ടി എന്ന് കൊടുത്തു, പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുത്തപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ലെങ്ത് ഉണ്ട്? 1 2 3 4 5 5 വട്ടം നമുക്ക് ആ ഒരു ഐഫോൺ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, പോട്ടെ. ഇനി അതല്ല, നമ്മളുടെ സെയിം വേരിയബിൾ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഫോർ എസ് ടി ഇൻ എസ് ടി പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുത്തു. അപ്പം നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? ഇതാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഐഫോൺ എന്നുള്ള മുമ്പ് കിട്ടിയ ഔട്ട്പുട്ട് തന്നെ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫോർ ലൂപ്പിന് പുറത്ത് വരുവാണ്. ഓക്കെ, പുറത്ത് വരുന്നത് അകത്ത് വരുന്നത് ഞാൻ പറയാം. അപ്പോൾ പുറത്ത് വന്നിട്ട് പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്? അതായത് ഫോർ ലൂപ്പിന് പുറത്താണ്. ഓക്കെ, അതായത് ഫോർ ലൂപ്പിന് അകത്തെന്ന് പറയുമ്പോൾ ഫോർ എസ് ടി ഇൻ എസ് ടി കോളൻ കണ്ടില്ലേ? ഈ കോളൻ കൊടുത്ത് എൻറ്റർ കൊടുത്തപ്പോൾ നമ്മുടെ കർസർ എവിടെയാണ് വന്നത്? ഇതിൻ്റെ അകത്താണ് വന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നത് എന്തിനാണ്? നമുക്ക് ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് റൺ ചെയ്യാൻ വേണ്ടിയാണ് പ്രിന്റ് ഫംഗ്ഷൻ ഇവിടെ അകത്ത് കൊണ്ടുവെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഇഫ് എൽസ് കണ്ടീഷൻ എഴുതുമ്പോൾ ഇഫ് ഐ ഇൻ എസ് ടി കോളൻ എൻറ്റർ കൊടുക്കുമ്പോൾ ഇതിന്റെ അകത്താണ്, അതായത് ഈ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള കണ്ടീഷൻ നടക്കാൻ വേണ്ടിയാണ് ഈ പ്രിന്റ് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമുക്ക് ഇവിടെ റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടേണ്ടത്? ഐഫോൺ എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഞാനിവിടെ റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ എന്താണ് നമുക്കിവിടെ കിട്ടിയത്? എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ആയത് അതിന്റെ ലാസ്റ്റിലത്തെ ഡേറ്റയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫോർ ലൂപ്പിന്റെ പാർട്ട് ഓക്കെ ആണ്. ഓക്കെ, അതായത് ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ ഓക്കെ ആണ്, ആ ഒരു പാർട്ട് ഓക്കെ ആണ്. നമുക്ക് നോക്കിയേ, ഐഫോൺ എന്നുള്ളത് നമുക്ക് ഡേറ്റ കിട്ടി. അപ്പം നമ്മൾ അതിന്റെ പുറത്ത് വന്നാലും പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ എന്നുള്ള ഡേറ്റ തന്നെ നമുക്ക് അവിടെ കിട്ടണം.
അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു സെയിം വേരിയബിൾ നെയിം തന്നെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് ലാസ്റ്റിലത്തെ ഏതാണോ ഡേറ്റ അതാണ് നമുക്ക് അവിടെ കിട്ടിയത്. അതായത് ഈ എസ് ടിക്കകത്ത് എന്താണ് ലൂപ്പ് അവിടെ ക്ലോസ് ആയതിന്റെ ലാസ്റ്റിലുള്ള ഡേറ്റ എന്താണോ ഈ ആണ്, അതാണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് ഇപ്പൊ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നു, അടുത്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നു. അങ്ങനെ എന്താണ് ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അല്ലാതെ ഒരു പാർട്ട് മാത്രം വർക്കായി അടുത്ത ഡേറ്റ കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ആ പാർട്ടിന്റെ അതിന്റെ പകുതിയല്ല, അല്ലെങ്കിൽ ആ ഒരു എറർ അല്ല നമുക്ക് അവിടെ കിട്ടേണ്ടത്. ആ പാർട്ടിന്റെ ബാക്കി എന്താണോ നമുക്ക് അവിടെ, അല്ലെങ്കിൽ അത് സെയിം തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വേണം നമുക്ക് ആ ഒരു പ്രൊജക്ട് പോവാനായിട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പം ഈ എസ് ടി എന്ന് കൊടുത്തപ്പോ എന്താണ് ഈ ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ അവിടെ ഓക്കെ, അത് മാത്രം അവിടെ ഓക്കെ, ബാക്കിയുള്ളതോ? അപ്പൊ നമുക്കിപ്പോ പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരണം, നമുക്ക് ആ ഒരു ഫുൾ ഡേറ്റ നമുക്ക് പ്രിന്റ് ആയി വരണം അല്ലേ? അപ്പോൾ ഇത് സെയിം വേരിയബിളിനെയും കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൂപ്പിൽ ക്ലോസ് ആയിരിക്കുന്നത് എന്താണ് ഇ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റയിലാണ്. ഓക്കെ, ആ ഒരു എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ പുറത്ത് വന്നിട്ടും ഈ ഫോർ ലൂപ്പിന്റെ പുറത്ത് വരുന്നതാണ് ഈ ഫസ്റ്റ് ലൈനിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ പുറത്ത് വന്നിട്ട് നമ്മൾ പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, നമുക്ക് ലാസ്റ്റിൽ ഏതാണോ ഡേറ്റ സ്റ്റോപ്പ് അയക്കുന്നത് അതാണ് നമുക്ക് അവിടെ പ്രിന്റ് അയക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ടി എന്ന് പറയുന്ന ഒരു ഡേറ്റ കൊടുത്തു. നമുക്ക് ടി എന്നോ നമുക്ക് ഇഷ്ടമുള്ള വേരിയബിളിനെയും കൊടുക്കാം. അപ്പൊ ഒരിക്കലും ഫോർ ഐ ഇൻ നമ്മുടെ പ്രൊജക്റ്റിൽ ഒരിക്കലും ഐ എന്നോ ടി എന്നോ എസ് ടി എന്നോ കൊടുക്കുന്നില്ല. ഓക്കെ, കാരണം നമുക്ക് ആ ഒരു കോഡിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എപ്പോഴും. നമ്മൾ ഓരോ കോഡ് എഴുതുമ്പോഴും അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പൊ ഞാൻ എന്താ എഴുതാം, ഫോർ ടി ഇൻ എസ് ടി പ്രിന്റ് ഓഫ് ടി. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഫോർ ലൂപ്പിനകത്തുള്ള ഡേറ്റ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി അല്ലേ? അതേപോലെ തന്നെ ഇനി എനിക്ക് പുറത്ത് ഞാൻ വന്നിട്ട് പ്രിന്റ് ഓഫ് എസ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ, ഐഫോൺ എന്നുള്ള ഡേറ്റ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരിക്കലും സെയിം വേരിയബിൾ നെയിം തന്നെ കൊടുക്കരുത്, ആ പാർട്ട് മാത്രം ഓക്കെ ആവും. ഓക്കെ. അപ്പൊ ഈ ലോജിക്കൽ എറർ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ ലോജിക്കൽ എറർ ഒരിക്കലും ഒരു റെഡ് കളറിലുള്ള ഒരു എറർ കാണിക്കത്തില്ല. കാരണം ഇപ്പം ലോജിക്കലായിട്ട് അത് ശരിയല്ല. കാരണം നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് എന്തും ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് ശരി, എനിക്ക് എറർ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടി, ഞാനത് കാണിച്ചു. പക്ഷെ അതല്ല അവിടെ കറക്റ്റ്. ഓക്കെ, ചിലപ്പോൾ അത് എന്താണ്, അത് ചിലപ്പോൾ ഒരു ലോജിക്കൽ ഒരു എറർ ആയിരിക്കും. ഓക്കെ, അതായത് അഡീഷൻ ഞാൻ കൊടുക്കുകയാണ്. അഡീഷൻ ഇപ്പൊ എനിക്ക് ഓക്കെ ഒരു എക്സാമ്പിൾ പറയാം, ലോഗിനും രജിസ്ട്രേഷനും ഉണ്ട് അല്ലേ? നമ്മൾ ഏതൊരു പ്രൊജക്ട് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും ഫസ്റ്റ് നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പം രജിസ്ട്രേഷന്റെ നെയിം രജിസ്ട്രേഷൻ എടുത്ത് ലോഗിന് കൊടുത്തു, ലോഗിന്റെ നെയിം രജിസ്ട്രേഷനും കൊടുത്തു. ഓക്കെ, പക്ഷേ എന്തായി, നമുക്ക് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്, ലോഗിൻ നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും അതൊരു ലോജിക്കൽ എറർ ആണ്. പക്ഷെ അവിടെ എറർ ഒന്നും നടക്കുന്നില്ല, പക്ഷെ പ്രൊജക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ എന്താണ് നെയിം എറർ ആണെങ്കിലും അതൊരു ലോജിക്കൽ എറർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, പ്രിന്റ് ഓഫ് എസ് ടി കൊടുത്തു. അപ്പം നമുക്ക് എന്ത് ചെയ്തു, ഐഫോൺ എന്നുള്ള ഫോർ ലൂപ്പിൽ നമുക്ക് പ്രിന്റ് ആയി. അതേപോലെ തന്നെ നമുക്ക് ഐഫോൺ എന്നുള്ള നമുക്ക് പ്രിന്റ് ആയി. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ന്യൂ ഡേറ്റ എന്ന് കൊടുത്തിട്ട് കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഓക്കെ. എന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് പ്രിന്റ് ആവുന്ന നോക്കിയേ, ഈ ന്യൂ ഡേറ്റ എന്ന് നമുക്ക് പ്രിന്റ് ആവും. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ പ്രിന്റിന്റെ അകത്ത് ഒരു സ്ട്രിങ് കൊടുത്തത് കൊണ്ടാണ് നമുക്കത് വർക്കായത് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കെല്ലാം പുതിയ പുതിയ ലൈനിലാണ് പ്രിന്റ് ആവുന്നത്. അതായത് ഐ പ്രിന്റ് ആയി, അടുത്ത ലൈനിൽ വന്നു, ഫോർ ലൂപ്പ് എടുത്തു, അടുത്ത പ്രിന്റ് ആയി. നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ കട്ട് ചെയ്യാം. അതായത് പുതിയ ലൈനിൽ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ കോമ എൻഡ് ഈക്വൽ എന്നിട്ട് ഒരു സിംഗിൾ കോട്ടോ ഡബിൾ കോട്ട്സോ കൊടുത്താൽ മതി. ഇപ്പൊ നോക്കി, ഇപ്പൊ എന്താണ് സെയിം തന്നെയാണ് നടക്കുന്നത്, പക്ഷെ എന്താണ് ന്യൂ ലൈൻ നമുക്ക് അവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഓരോന്നിനും ഓരോ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ്, പി കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ്, എൻ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ കോട്ട്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്യാപ്പ് കൊടുക്കാം. നോക്കി, ഐ സ്പേസ് പി സ്പേസ് എൻ.
ഇനി ഇതിനിടയ്ക്ക് ഗ്യാപ്പ് അല്ല കോമയാണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ലൂപ്പിൽ നമുക്ക് പ്രിന്റ് ആവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരെ പ്രിന്റ് ആയതിനു ശേഷം നമുക്ക് എന്താണ് ലൂപ്പ് അവിടെ ക്ലോസ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഡേറ്റയും നമുക്ക് പ്രിന്റ് ആയി പുതിയ പുതിയ ലൈനിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഫോർ ലൂപ്പ് അങ്ങോട്ട് എല്ലാത്തിനും പഠിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഡാറ്റ ടൈപ്പിലും നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇഫ് എൽസ് കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഇഫ് എൽസ് കണ്ടീഷൻ, ഇഫ് എൽസ് മാത്രമല്ല ഇഫ് എലിഫ് എൽസ് കണ്ടീഷൻ ഉണ്ട്. ഇപ്പം ഞാനൊരു ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ ഫോണിൽ നമ്മൾ ഒരു വട്ടം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്തു അല്ലേ, റോങ് പാസ്വേഡ് ടൈപ്പ് ചെയ്തു. റോങ് പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എന്താണ് അവർ കാണിക്കുന്നത്, ഒരു വട്ടം റോങ് പാസ്വേഡ് ഞാൻ കൊടുത്തു. അടുത്ത സ്റ്റേജ് എന്താണ്, അതായത് നമുക്കിപ്പോൾ പാസ്വേഡ് നമ്മൾ റോങ് ആയിട്ട് കൊടുത്തു. അടുത്ത സ്റ്റേജ് എന്താണ് നമുക്ക് കിട്ടുന്നത്, അതെ, വീണ്ടും നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും അല്ലേ. അപ്പൊ എന്തിനാണ് വീണ്ടും ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നത്, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. അതിപ്പോ നമുക്കിപ്പോൾ ഒരു വട്ടം നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തു, അത് റോങ് ആണ്, അപ്പൊ തന്നെ ബ്ലോക്ക് ആയെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കാം, എത്ര വട്ടം കഴിയുമ്പോഴാണ് നമ്മുടെ ഫോൺ ലോക്ക് ആവുന്നത്, ഒരു 3-4 വട്ടം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ റോങ് പാസ്വേഡ് തന്നെ ആണെങ്കിൽ നമുക്ക് എന്താണ് ബ്ലോക്ക് ആവും അല്ലേ. ഓക്കെ, ഇപ്പോ ഇഫ് എൽസ് കണ്ടീഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇഫ് എലീഫ് ഉണ്ട്. ഓക്കെ, എലീഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എലീഫ് യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് അപ്പം ഇഫ് എൽസ് എലീഫ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നു, st ഈക്വൽ പൈത്തൺ എന്നുള്ള ഡേറ്റ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കൊരു ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് എച്ച് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് വരണം, എനിക്ക് എന്ത് മെസ്സേജ് പ്രിന്റ് ആവണം, അവൈലബിൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് പ്രിന്റ് ആവണം അല്ലേ. അപ്പൊ ഞാനിപ്പോ എന്താ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇഫ് എൽസ് കണ്ടീഷൻ ഞാൻ യൂസ് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇഫ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, എച്ചോ ടിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇഫ് എച്ച് ഇൻ ഇതിന്റെ അകത്താണ് നമുക്ക് ചെക്ക് ചെയ്യാം, ഇതിന്റെ അകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇഫ് എച്ച് ഇൻ എസ് ടി കോളൻ. ഓക്കെ, കോളൻ ഇട്ടിട്ട് എൻ്റെ എടുക്കുമ്പോൾ കർസർ എവിടെയാണ്, എച്ചിന്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. പ്രിന്റ് ഓഫ് നമുക്ക് എന്താണ് മെസ്സേജ് പ്രിന്റ് ആവേണ്ടത്, എച്ച് നമ്മുടെ എസ് ടിക്കകത്തുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതായത് ഇഫ് എച്ച് ഇൻ എസ് ടി പ്രിന്റ് ഓഫ് അവൈലബിൾ, എച്ച് എന്ന് പറയുന്ന ഡേറ്റ എൻ്റെ എസ് ടിക്കകത്ത് ഉണ്ടെങ്കിൽ, അതായത് ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പ്രിന്റ് ഫംഗ്ഷൻ എനിക്ക് വർക്ക് ആകും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നോക്കിയേ അവൈലബിൾ ആണ്, കാരണം എച്ച് എന്ന് പറയുന്ന ഡേറ്റ എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്തുണ്ട്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്തുണ്ട്. അപ്പൊ എന്താണ് അത് അവിടെ അവൈലബിൾ ആണ്, അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ ആയി. അപ്പൊ ഞാൻ നിങ്ങളോട് ഫോർ ലൂപ്പിന്റെ കേസും പറഞ്ഞത്, കോളൻ ഇട്ടിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ കർസർ ഇവിടെ വരുന്നതാണ് പ്രിന്റ് വരുന്നത് അല്ലേ. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ലൈനിൽ കൊടുക്കുകയാണ്. ഫസ്റ്റ് ലൈനിൽ കൊടുക്കുമ്പോൾ റൺ ചെയ്യുമ്പോൾ എന്താണ്, ഓക്കെ, ഒരു ഇൻഡന്റേഷൻ എറർ ആണ്. അതായത് ഇഫ് കണ്ടീഷൻ കൊടുക്കുമ്പോഴാണ് ഒരു ഇൻഡന്റേഷൻ എറർ വരുന്നത്. കോളൻ ഇട്ടിട്ടും നമുക്ക് എന്താണ് കർസർ ഇവിടെ വരേണ്ടതിന് നമുക്ക് ഫസ്റ്റ് ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡന്റേഷൻ എറർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇഫ് കണ്ടീഷൻ കോളൻ ഇട്ടിട്ട് ഇഫ് കണ്ടീഷൻ ഉണ്ട്,
അതേപോലെ തന്നെ ഫോർ ലൂപ്പിലുണ്ട്, വൈൽ ലൂപ്പിലുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കോളൻ ഇട്ട് എൻ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എവിടെയാണോ നമുക്ക് പ്രിന്റ് ഫംഗ്ഷൻ വരുന്നത് അവിടെ ആയിരിക്കണം നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പൊ എന്താണ് നടന്നത്? ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആയി. ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് പ്രിന്റ് ഓഫ് അവൈലബിൾ അല്ലെ? കാരണം എച്ച് എന്ന് പറയുന്ന ഡേറ്റ എസ് ടിക്കകത്ത് അവൈലബിൾ ആണ്. സോ പ്രിന്റ് എന്താണ്? അവൈലബിൾ ആണ്. അതായത് പ്രിന്റ് ഓക്കെ ആണ്. ഇൻ കേസ് എച്ച് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഡേറ്റ ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇഫ് ഇസഡ് ഇൻ എസ് ടി പ്രിന്റ് ഓഫ് അവൈലബിൾ, നമുക്ക് റൺ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഡേറ്റയും ഇല്ല അല്ലെ? കാരണം ബ്ലാങ്ക് ആണ്. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റിൽ നമുക്കൊരു ഇൻവാലിഡ് ഡേറ്റ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഡേറ്റ, ഒരു സ്ക്രീനിങ് കാണുന്നില്ല, ഫുൾ ബ്ലാങ്ക് ആയിട്ടാണെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാവും ഞാൻ കൊടുത്ത ഡേറ്റ ഇൻവാലിഡ് ആണ്? കാരണം നമുക്ക് ഡീബഗ് ചെയ്യണം അല്ലെ? ഡീബഗ് ചെയ്യണമെന്ന് നമ്മുടെ എറേഴ്സിനെ ഫിക്സ് ചെയ്യണം. ഓക്കെ. അല്ലെങ്കിൽ ഒരു യൂസർ റോങ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു റോങ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് റോങ് ഇൻപുട്ട് ആണ് എന്ന് നമുക്കത് കാണുമ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലാവും, ശരി ഞാൻ കൊടുത്ത ഇൻപുട്ട് റോങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ പാസ്വേഡ് ഒരു വട്ടം നമ്മൾ കൊടുക്കുന്നു, അവരെന്താ ട്രൈ അഗെയിൻ അല്ലെ? ഇൻ കേസ് അതല്ല, നമ്മളിപ്പം ഏതെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷനിൽ നമ്മളിപ്പം ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് നമ്മൾ കൊടുക്കും, പാസ്വേഡ് റോങ് ആണ്, അവർ പറയും യൂസർ നെയിമോ അല്ലെങ്കിൽ പാസ്വേഡോ ഏതെങ്കിലും ഒരെണ്ണം റോങ് ആണ് അല്ലെങ്കിൽ പാസ്വേഡ് റോങ് ആണ് എന്ന് അവർ പറയും. ഓക്കെ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? എൽസ് കണ്ടീഷൻ കൊടുക്കാം. ഇൻ കേസ് ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം? അടുത്ത പ്രിന്റ് ഓഫ് ഇപ്പൊ എന്താണ്? സോറി ഡേറ്റ റോങ് എന്ന് കൊടുക്കാം. ഒരു മെസ്സേജ് ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബേസിക്കലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിലാണ്, പ്രിന്റ് ഒന്നും അല്ല. നമുക്ക് അടുത്ത ഇപ്പം എൽസ് പാർട്ട് ആണെങ്കിൽ നമുക്ക് എന്താണ് 404 എന്നുള്ളൊരു പേജ് കാണും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ കാണും. ഇപ്പൊ റൺ ചെയ്യുമ്പോൾ എന്താണ്? സോറി ഡേറ്റ റോങ് ആണ് അല്ലെ? നമ്മൾ കൊടുത്ത ഡേറ്റ റോങ് ആണ്. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട്, ഈ കണ്ടീഷൻ ഫോൾസ് ആയപ്പോൾ എങ്ങോട്ട് വന്നു? അടുത്ത എൽസ് പാർട്ട് ആണ് എക്സിക്യൂട്ട് ചെയ്തത്. എൽസ് പാർട്ട് ഇല്ലെങ്കിലും എറർ കാണിക്കത്തില്ല, പക്ഷെ എന്താണ്? നമുക്കിവിടെ ഡേറ്റ നമുക്കിവിടെ ഷോ ചെയ്യിപ്പിക്കത്തില്ല. ഓക്കെ. അപ്പൊ ഇഫ് എൽസ് എന്തിനാണ്? ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കണ്ടീഷന്റെ ഡേറ്റ വർക്ക് ആവും. ഇൻ കേസ് കൊടുക്കുന്ന ഇൻപുട്ട് റോങ് ആണെങ്കിൽ നമുക്ക് എന്താണ്? നേരെ ഇത് ഫോൾസ് ആവും, നേരെ എൽസിലോട്ട് പോകും. എന്താണ്? സോറി ഡേറ്റ റോങ് ആണ്, നമ്മൾ കൊടുത്ത ഡേറ്റ റോങ് ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു വട്ടം കൂടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം ഞാൻ ഇസഡ് കൊടുത്തു, അപ്പൊ എന്താണ്? നേരെ എനിക്ക് എൽസിലോട്ട് പോയി, ഡേറ്റ റോങ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടീഷനോടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എലീഫ് കൊടുക്കാം. എലീഫ് പി ഇൻ എസ് ടി കോളൻ പ്രിന്റ് ഓഫ്, നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാം, ഇറ്റ്സ് അവൈലബിൾ എന്ന് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് റൺ ചെയ്യുമ്പോൾ എന്താണ്? ഓക്കെ, ഇഫ് കണ്ടീഷൻ ഓൾറെഡി ഫോൾസ് ആയി, നേരെ എങ്ങോട്ട് പോയി? എലീഫിലോട്ട് പോയി അല്ലെ? നേരെ എൽസിലോട്ടാണോ പോയത്? അല്ല, കണ്ടീഷൻ ഒന്നുകൂടെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ ഞാൻ ഇസഡ് എന്ന് പറയുന്ന റോങ് ഇൻപുട്ട് ആണ് കൊടുത്തത്, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യും. എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്തില്ല. സോ ഇഫ് കണ്ടീഷൻ റോങ് ആയി, നേരെ എങ്ങോട്ട് പോയി? എലീഫിലോട്ട് പോയി. അപ്പൊ എലീഫിനകത്ത് പി എന്ന് പറയുന്ന ഡേറ്റ എന്താണ്? പ്രസന്റ് ആണ് അല്ലെ? അപ്പോൾ അവൈലബിൾ ആണ്, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്താണ്? പ്രിന്റ് ഇറ്റ്സ് അവൈലബിൾ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി ഇൻ കേസ് നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മൾ മൊബൈലിൽ നമ്മളിപ്പോൾ 3-4 വട്ടം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അത് എറർ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇതും കണ്ടീഷൻ എറർ ആണെങ്കിൽ നേരെ എങ്ങോട്ട് പോകും? എൽസിലോട്ട് പോകും. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് എക്സിക്യൂട്ട് ആവും. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എന്താണ്? എലീഫ് ചെക്ക് ചെയ്യും. എലീഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ചില പ്രൊജക്റ്റിനൊക്കെ നമുക്ക് ഓരോ ഓരോ ക്ലയന്റിന് ഓരോരോ റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ ക്ലയന്റ് പറയാൻ എനിക്കിപ്പോ ഒരു 4 വട്ടം ചെക്ക് ചെയ്യണം, 4 വട്ടം ചെക്ക് ചെയ്തതിനു ശേഷം എന്നിട്ടും അത് ക്രെഡൻഷ്യൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം? എൽസിലോട്ട് പോയിട്ട് നമുക്ക് ഇത്ര മണിക്കൂർ ബ്ലോക്ക് ചെയ്യാം.
എന്നുള്ളത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇഫ് എലിഫ് എൽസ് കണ്ടീഷൻ, ഇഫ് എൽസ് കണ്ടീഷനാണ്. എലിഫ് നമുക്ക് കണ്ടീഷൻ ഇനി 2 വട്ടം ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എലിഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇഫ് എൽസ് കണ്ടീഷനിൽ മനസ്സിലായി. ഇഫ് എൽസ് കണ്ടീഷൻ പോലെ നമുക്ക് വേറൊരു ഡേറ്റ ഉണ്ട്, ട്രൈ എക്സെപ്ഷൻ. അപ്പം ട്രൈ എക്സെപ്ഷൻ നമുക്ക് എന്തായാലും പഠിക്കുന്നുണ്ട്. ട്രൈ എക്സെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പാർട്ടിനകത്ത് ഒരു എറർ വന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ ഒരു എറർ വന്നു, ഇൻഡെക്സ് എറർ വന്നു. അപ്പൊ ഇൻഡെക്സ് എറർ വരുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ മാനുവലി നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻഡെക്സ് എറർ എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനകത്ത് എന്താണോ എറർ, ട്രൈ എക്സെപ്ഷനിൽ കൊടുക്കുമ്പം അതിൽ എന്താണോ എറർ വരുന്നത് അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. അതായത് ആ ഒരു പാർട്ടിനകത്ത് എന്താണോ എറർ, നമുക്കത് ഇൻഡെക്സ് എറർ, നെയിം എറർ, നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്, അതെല്ലാം നമുക്ക് അവിടെ വരും. അപ്പൊ ഇഫ് എൽസ് കണ്ടീഷന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ എക്സെപ്ഷനൂടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് എന്തായാലും കുറച്ചുകൂടെ പഠിക്കും. നമുക്കപ്പം കൺഫ്യൂഷൻ ആകണ്ട. ഇപ്പൊ ഇഫ് എൽസ് കണ്ടീഷന്റെ മനസ്സിലല്ലോ, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ഓഫ് അവൈലബിൾ അത് എക്സിക്യൂട്ട് ആവും. ഇൻ കേസ് ഫോൾസ് ആണെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് പോകും. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറയുവാണ്, ഞാനിപ്പോ നിങ്ങളുടെ ക്ലയന്റ് ആണ്. അപ്പൊ ഞാൻ പറയാണ്, എനിക്കാണെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു 3-4 വട്ടം എനിക്ക് എന്ത് വേണം, എനിക്ക് ട്രൈ അഗെയിൻ, അല്ലെങ്കിൽ എനിക്ക് അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കാം. എന്നിട്ടും ആയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ അത് ഇപ്പം അതൊന്നും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കും. ഞാൻ എൽസ് പറഞ്ഞത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നെറ്റ് ബാങ്കിങ് തന്നെ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് തന്നെ നമുക്ക് എന്താണ് ചെയ്യുന്നത്, ഒരു ന്യൂ യൂസർ ആദ്യം എന്താ ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പം ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ജസ്റ്റ് നെറ്റ് ബാങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളിവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നെയിമും അതേപോലെ നമ്മുടെ കസ്റ്റമർ ഐ ഡി, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, ബാങ്കിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് കൊടുത്തത് അത് ഫുള്ളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നെറ്റ് ബാങ്കിലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പം അതിന്റെ ഐ ഡി എന്ന് പറയുന്നത്, പാസ്വേഡ് എന്ന് പറയുന്നത്, പാസ്വേഡ്, പിന്നെ അതേപോലെ ഫേസ്, തമ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ അതേപോലെ തന്നെയാണ്. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നി പാസ്വേഡ് ഇല്ല, പിന്നാണ്, പിന്നെ തമ്പ്, ഫേസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെയും നമ്മളിത് കൊടുക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഇപ്പം വേറൊരു യൂസർ ആണ് വന്നിട്ട് അത് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താണ്, ആദ്യം എന്ത് ചെയ്യും, പാസ്വേഡ് ചോദിക്കും. ഓക്കെ, അത് ഓക്കെ അല്ലെങ്കിൽ ആദ്യം എന്താണ്, പിന്നെന്താണ് അടുത്ത, ചിലപ്പം ആദ്യം ഫേസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഫേസ് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ തമ്പ് ചോദിക്കും. ഇപ്പൊ തമ്പ് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. തമ്പ് ക്യാൻസൽ ചെയ്തിട്ട് പിൻ അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ അത് കയറാം. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറച്ചുകൂടെ അഡ്വാൻസ് ആണ്. അവർ ആദ്യം എന്താണ്, ഫേസ് റെക്കഗ്നൈസേഷൻ ചെയ്യും. ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം അത് ഓക്കെ അല്ലെങ്കിൽ നേരെ ബാങ്കിലേക്ക് മെസ്സേജ് പോവും, നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരും. ഓക്കെ, അതായത് നമ്മൾ ലിങ്ക് ചെയ്ത ഇമെയിൽ ഐ ഡിയിൽ വാട്സപ്പിൽ നമ്മുടെ അതായത് നമ്മുടെ ഇപ്പം നോമിനി വെച്ചേക്കുന്ന ആരാണോ അയാളുടെ മൊബൈൽ നമ്പറിൽ കൂടെ മെസ്സേജ് പോകും, ഇങ്ങനൊരു ഫെയിൽ, റെക്കഗ്നൈസേഷൻ ഫെയിൽ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത ട്രൈ അഗെയിൻ, അടുത്ത എന്താണ്, അപ്പൊ അടുത്തത് തമ്പാണ്. തമ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫേസ് നമുക്ക് ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ്. തമ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാൻസൽ ചെയ്തിട്ട് എന്താണ്, അടുത്തത് പാസ്വേഡ് ആണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴും അവരെന്താണ്, നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്കത് പിന്നെ എന്ത് ചെയ്യണം, നമുക്കത് ബാങ്കിൽ പോയാലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നെറ്റ് ബാങ്കിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഒത്തിരി നമുക്ക് പറ്റത്തില്ല, എന്നാലും കുറെ സെക്യൂരിറ്റീസ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ആക്സസ് ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ ആണെങ്കിൽ കുറെ സെക്യൂരിറ്റി, അതായത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ കുറെ ഡേറ്റാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് എൽസ് കണ്ടീഷനിൽ നമുക്ക് ഡേറ്റാസ് ഉണ്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഇഫ് എൽസ് കണ്ടീഷനിൽ ഞാനൊരു ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒറ്റ ലൈനിൽ നമുക്ക് ചെക്ക് ചെയ്യാം, പ്രിന്റ് ഓഫ് പി ഇൻ എസ് ടി. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത് നോക്കിയേ, ട്രൂ. പി എന്ന് പറയുന്ന ഡേറ്റ, എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് അവൈലബിൾ ആണ്, അതുകൊണ്ട് ട്രൂ. ട്രൂ ഓർ ഫോൾസ്, എന്താണ് ട്രൂ ഓർ ഫോൾസ്, അതൊരു ബൂളിയൻ ലോജിക്കാണ്. ഓക്കെ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം നമുക്ക് ജസ്റ്റ് പ്രിന്റ് ഫംഗ്ഷൻ കാണിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു ഡേറ്റ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, ഫോൾസ് ആണ് കാണിക്കുക. ഓക്കെ,
അപ്പം എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പം ക്യാപിറ്റൽ ലെറ്ററുള്ള ട്രൂവും ഫോൾസും കൊടുത്താൽ മാത്രമേ അതൊരു ബൂളിയൻ ലോജിക് എന്നുള്ള ടൈപ്പ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇഫ് എൽസ് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഇവിടെ നമ്മളിപ്പം ഈ ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ മെസ്സേജ് കൊടുക്കുന്നു അല്ലേ. പ്രൊജക്റ്റ് വരുമ്പോൾ ഓരോ HTML പേജ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. HTML പേജ് എന്ന് പറയുമ്പോൾ എന്താണ്, 404 എറർ അല്ലേ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് 404 എറർ കൊടുക്കുകയാണ്. ഓക്കെ, ഇമേജ് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇൻ കേസ് നെറ്റ്വർക്ക് ഇല്ല, അല്ലെങ്കിൽ നമുക്കിപ്പം കൊടുക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് വേണമെങ്കിൽ കൊടുക്കാം. ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് ലോഡ് ചെയ്യാം. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നോക്കി, ഞാൻ ഡേറ്റ കൊടുത്തു, ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, രണ്ടു വട്ടം ചെക്ക് ചെയ്ത് ഞാൻ എൽസ് പാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നും കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്